ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം വലിയൊരു മോഹത്തിലായിരുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന് അവർ സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ആ മോഹം തൽക്കാലം മടക്കി പോക്കറ്റിലിട്ടാൽ മതി. ധാക്കയിലെ പുതിയ ഭരണാധികാരികളുടെ ക്ഷണം ന്യൂഡൽഹി മര്യാദപൂർവ്വം നിരസിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 17-നാണ് ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ ചടങ്ങിലേക്കാണ് നരേന്ദ്രമോദിയെ അതിയായ ആവേശത്തോടെ ക്ഷണിച്ചത്. എന്നാൽ മോദിക്ക് അന്ന് വേറെ പണിയുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ മുംബൈയിൽ സ്വീകരിക്കുന്ന തിരക്കിലായിരിക്കും നമ്മുടെ പ്രധാനമന്ത്രി. മാസങ്ങൾക്ക് മുൻപേ തീരുമാനിച്ചതാണ് മാക്രോണുമായിട്ടുള്ള കൂടിക്കാഴ്ച. ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തമാക്കുന്ന വലിയ നയതന്ത്ര പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി വന്ന ഈ ഒരു ബംഗ്ലാദേശിന്റെ ക്ഷണം സ്വീകരിച്ച് അങ്ങോട്ടൊന്നും ഓടാൻ ഇന്ത്യക്ക് സൗകര്യമില്ല, സമയമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിതല പ്രതിനിധിയെ ഇന്ത്യ അങ്ങോട്ട് അയച്ചേക്കാം. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവിന്റെ മകളായ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത്, നമുക്കറിയാമല്ലോ. ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയാണ് താരിഖ് റഹ്മാന്റെ പാർട്ടി വിജയം നേടിയെന്ന കാര്യം മറക്കരുത്. അവരുടെ പാർട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇയാളൊന്നും വിജയിക്കില്ലായിരുന്നു. അപ്പോൾ ജനാധിപത്യത്തിന്റെ പേരും പറഞ്ഞ് അധികാരത്തിലെത്തുന്നവർ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്. സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യത്തിൽ അധികാരത്തിലേറുന്നവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് മോദി നേരിട്ടെത്തുന്നത് ഇന്ത്യയുടെ നിലപാടുകൾക്ക് യോജിച്ചതാകില്ല. ഹസീനയ്ക്ക് അഭയം നൽകിയ ഇന്ത്യ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നൊരു ശക്തമായ സന്ദേശം കൂടിയാണിത്. തങ്ങളുടെ ഭരണം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വലിയ തിടുക്കത്തിലാണ് ബംഗ്ലാദേശിലെ ഈ പുതിയ സർക്കാർ, താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. അതുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെ 13 രാജ്യങ്ങളുടെ തലവന്മാരെ അവർ ക്ഷണിച്ചത്. ചൈനയും പാകിസ്ഥാനും തുർക്കിയും എല്ലാം ഈ പട്ടികയിലുണ്ട്. അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് ക്ഷണം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിശ്വസ്തരായ സുഹൃത്തുക്കളെ തഴഞ്ഞ് പുതിയതായി അധികാരത്തിലെത്തിയവരെ പ്രീതിപ്പെടുത്തേണ്ട അല്ലെങ്കിൽ പ്രീണിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദക്ഷിണേഷ്യയിലെ ബിഗ് ബ്രദർ ഇന്ത്യ തന്നെയാണ്. ക്ഷണിച്ചതുകൊണ്ട് മാത്രം എല്ലാവരും ഓടിയെത്തണമെന്നില്ല എന്ന ധാക്ക മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ചുരുക്കത്തിൽ ബംഗ്ലാദേശിന്റെ സത്യപ്രതിജ്ഞ ആഘോഷത്തെക്കാൾ ഇന്ത്യക്ക് വലുത് ഫ്രാൻസുമായിട്ടുള്ള സൗഹൃദം, സ്വന്തം നയതന്ത്ര താല്പര്യങ്ങളൊക്കെയാണ്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി ജനാധിപത്യം അട്ടിമറിച്ച് വരുന്നവരോട് മുഖം തിരിച്ചു നിൽക്കാൻ തന്നെയാണ് ന്യൂഡൽഹിയുടെ തീരുമാനമെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തം. ബംഗ്ലാദേശിന് സന്ദേശം, ഈ വ്യക്തമായ സന്ദേശം ബംഗ്ലാദേശിന് കിട്ടട്ടെ. ഇന്ത്യയുടെ സൗഹൃദം വേണമെന്നുണ്ടെങ്കിൽ അത് അർഹിക്കണം. ക്ഷണക്കത്തയച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.